ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. സിറ്റിയുടെ കുറച്ചധികം ലീഗ് ഡിമേസ്, അതായത് ക്യാമഫ്ലാജ് ചെയ്തിട്ടുള്ള ലീഗ് ഡിമേസ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ സിറ്റിയുടെ ഒറിജിനൽ വണ്ടിയുടെ ഇമേജ് എന്തൊക്കെയാണോ അത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഈ വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് റെൻഡേഴ്സും അതുപോലെ അതിൻ്റെ മൊത്തത്തിലുള്ള ക്യാമഫ്ലാജ് ലീഗ് ഡിമേസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ പുതിയ കംപ്ലീറ്റ്ലി ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാത്ത വണ്ടിയുടെ റെൻഡേഴ്സും ലീഗ് ഡിമേസും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബേസിസിൽ നമുക്ക് അതിൻ്റെ ഡിസൈൻ നോക്കാം. പെട്ടെന്ന് കണ്ടപ്പോൾ, അതായത് ആദ്യം വന്ന ഫോട്ടോ കാണുമ്പോൾ എല്ലാവർക്കും അശൂ ഇതെന്താ ഇതെന്ന് തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കണ്ട് ഇത് കുറച്ചും കൂടി ഇഷ്ടപ്പെടുമായിരിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ടേസ്റ്റാണ്. നമ്മളിപ്പോൾ വണ്ടി വരുന്നതിന് മുന്നേ ജഡ്ജ് ചെയ്യുന്നത് മോശമാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല. എന്നാലും എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഡിസൈൻ അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഹോണ്ട ആയതുകൊണ്ട് ഹെഡ്ലൈറ്റ് മാറ്റും എന്നൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു ആ ലീഗ് ഡിമേസിൽ. പക്ഷേ ഇത്രയും മാറ്റം വിചാരിച്ചില്ല. അതും യൂഷ്വലി ഹോണ്ടയുടെ ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അമേസിൻ്റെ കഴിഞ്ഞ മോഡൽ ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പം ജസ്റ്റ് ഫ്രണ്ടിലത്തെ ലൈറ്റ് ഒന്ന് മാറ്റി ഗ്രില്ലൊന്ന് മാറ്റി അത്ര ഉണ്ടായിരുന്നുള്ളൂ. സിറ്റിക്കും 2023 ആ ഒരു സമയത്തൊക്കെ ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടിയതാണ്. അതും വളരെ മിനിമൽ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ആയിരുന്നു. അവർ ഗ്രില്ല് മാറ്റി, ബമ്പർ ചെറുതായിട്ടൊന്ന് മാറ്റി, അങ്ങനെയൊക്കെ. പക്ഷേ ഇത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഇവർ ജനറേഷൻ അപ്ഡേറ്റ് ആണെന്ന് പറയുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ശരിക്കും 2028 പ്ലാറ്റ്ഫോമൊക്കെ മാറി കംപ്ലീറ്റ്ലി ഒരു വ്യത്യസ്തമായിട്ടുള്ള വണ്ടിയാണ് നമുക്ക് സിറ്റിയുടെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞ് കിട്ടേണ്ടത്. പക്ഷേ ഈ വണ്ടിയിൽ ഇത്രയും വ്യത്യാസം എന്തിനാണോ ചെയ്തത്? എന്തായാലും ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതിൻ്റെ LED പ്രൊജക്ടേഴ്സും അതുപോലെ DRLസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രില്ലിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം. അതായത് നമുക്ക് അതിൻ്റെ താഴത്തൊരു ബ്ലാക്ക് ആയിട്ടുള്ള പോർഷൻ വരുന്നുണ്ട്. അതാണ് പൊതുവെ എല്ലാവരും അത്ര വലിയ രസമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ആ ഹെഡ്ലൈറ്റുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുമ്പം ഒരു ചെറിയൊരു പ്രപ്പോർഷൻ കുറവ് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. വണ്ടി വരുമ്പോൾ നമുക്ക് നോക്കാം എന്താവുമെന്ന്. പിന്നെ അതല്ലാതെ ഹോണ്ടയുടെ ഒരു ബ്ലൂ ലോഗോ, ഹൈബ്രിഡിൻ്റെ ലോഗോ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഹൈബ്രിഡ് വണ്ടി ആയിരിക്കും. നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ ലോഗോ അല്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ചുകൊണ്ട് ഒരു വ്യത്യാസം ഉള്ള ലോഗോ ആണ്. പിന്നെ നമുക്ക് താഴത്തെ, അതായത് ഹൈബ്രിഡ് അല്ലാത്ത വണ്ടിക്കും ഹൈബ്രിഡ് ഉള്ള വണ്ടിക്കും, ഹൈബ്രിഡിൻ്റെയും ഈ ലോഗോ എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട്. അതും കുറച്ചുകൂടി ഒരു സ്പോർട്ടി ആയിട്ടുള്ള പാറ്റേണിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ താഴത്തായിട്ട് ഫോഗ് ലാംപ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഫ്രണ്ട് ഡിസൈൻ വളരെ വളരെ ഡിഫറൻ്റ് ആണ്. ആൻഡ് ഇത് അഗൈൻ നല്ലതാണല്ലോ എന്നുള്ളതൊക്കെ. പിന്നെ കുറേ പേര് പ്രില്യൂഡ് പോലെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് പ്രില്യൂഡ് പോലെ അങ്ങനെ തോന്നുന്നില്ല. പ്രില്യൂഡിന് ഒരു ഇത്തിരി സി ഷേപ്പ് പോലത്തെ എലമെൻ്റ് ഉണ്ട് നമ്മുടെ പുതിയ ടൊയോട്ടയുടെ വണ്ടികൾ, അതായത് പ്രത്യേകിച്ച് പുതിയ പ്രീസിനൊക്കെ ഉള്ള പോലെ. ഇതിനകത്ത് അങ്ങനെ വലിയൊരു സി ഷേപ്പ് എലമെൻറ്റ് പോലൊന്നും കാണാനില്ല. പക്ഷേ നമുക്ക് ആ ഒരു നമ്മുടെ ഹുഡിൻ്റെ ആ ഒരു കട്ടൗട്ടും അതുപോലെ താഴത്തേക്ക് വരുന്ന ലോഗോ പിന്നെ ഗ്രില്ല് ആ ഒരു സെപ്പറേഷനൊക്കെ വെച്ച് നോക്കുമ്പം ഏകദേശം അതിൻ്റെ ഒരു ലുക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. അതാണ് സംഭവം. സോ ഡിസൈൻ നമുക്കിപ്പോൾ ആകെപ്പാടെ ഫ്രണ്ടിൻ്റെ ഡിസൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ സൈഡിലത്തെ അതിൻ്റെ അലോയ്സിൻ്റെ ഡിസൈനും റെൻഡേഴ്സിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ കണ്ടിരിക്കുന്നതായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു ചെയ്തതാണ്. സംഭവം നമുക്ക് ഇത്രയും കാലം ഡയമണ്ട് കട്ട് ഫിനിഷ് തന്നെയായിരുന്നു. ഇപ്പോഴും കുറച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുള്ള ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി ഓവറാണോ എന്ന് എനിക്ക് തോന്നി. ബട്ട് എനിവേ വണ്ടി ഇറങ്ങിയിട്ടില്ല, അത് പോട്ടെ. 16 ഇഞ്ച് വീൽസ് തന്നെ ആയിരിക്കും വണ്ടിയിൽ കിട്ടുന്നത്. 17 ഇഞ്ച് വരെ പോകേണ്ട കാര്യമില്ല, കാരണം ഈ സെഗ്മെൻറ്റിൽ അത്രയും ആരും പോകാറില്ല. പിന്നെ സൈഡ് ഡിസൈൻ അല്ലാതെ വേറെ വ്യത്യാസം വരേണ്ട കാര്യമില്ല, കാരണം ഒരു പ്ലാറ്റ്ഫോം ഒന്നും മാറ്റുന്നില്ല. എക്സാക്ട്ലി സെയിം പ്ലാറ്റ്ഫോമാണ്. ഡോർ ഹാൻഡിൽസ്, ഓർഗംസ് എല്ലാത്തിൻ്റെയും ഡിസൈൻ സെയിം ആണ്. പിന്നെ ആകെപ്പാടെ 360 ക്യാമറ കൊടുക്കുമോ എന്നുള്ളതായിരുന്നു ഒരു കൺസേൺ. അതെന്തായാലും ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിലൊന്നും മറ്റേ മിററിൻ്റെ താഴെ പ്രത്യേകിച്ച് ബൾജിങ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ തീരുമാനം പിന്നെ ലൈൻ വാച്ച് ക്യാമറ തന്നെ ആയിരിക്കും. ഹോണ്ട സത്യത്തിൽ അതായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. നമുക്കിപ്പോൾ വരണം നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ക്യാമറ, അഡാസ് പിന്നെ ഹോണ്ടയിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്റ്റിൽ വെന്റിലേറ്റഡ് സീറ്റ്സും 360 ക്യാമറയാണ് അവർ ഇതിനകത്ത് മെയിനായിട്ട് കൊടുക്കണം എന്നെനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ. അതിപ്പോൾ നമ്മുടെ വെർട്ടസിലുണ്ട്, പാനറോമിക് അല്ല വെന്റിലേറ്റഡ് സീറ്റ്സ്. പിന്നെ 360 ക്യാമറ അതിൻ്റെ അകത്തില്ല. വേണമെങ്കിൽ നമുക്ക് കമ്പനി തന്നെ വെക്കാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനുള്ളൂ. പക്ഷേ മിക്കവാറും ഫേസ് ലിഫ്റ്റിൽ ചിലപ്പോൾ അവർ കൊടുക്കുമായിരിക്കും. ടൈഗണിലൊന്നും കൊടുത്തില്ല. നമുക്ക് അതിപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്തായാലും സംഭവിക്കും. അതാണ് ഇതിനകത്ത് വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്. അതല്ലാതെ നിങ്ങളിപ്പോൾ നേരത്തെ നമ്മുടെ ക്യാമഫ്ലാജിൽ കണ്ടിരിക്കുന്ന സിറ്റി ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് ഇമേജ് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. മറ്റേ റെൻഡേഴ്സും അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന ക്യാമഫ്ലാജ് ഇല്ലാത്ത വണ്ടി ഒരു ഡിസൈൻ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് എല്ലാം അവരതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് അതുപോലെ പോട്ടൺ ഓപ്ഷൻസ് കാര്യത്തിലൊന്നും യാതൊരു വ്യത്യാസമില്ല. നമുക്കിപ്പോൾ കിട്ടുന്ന 1.5 ലിറ്റർ IVTEC പെട്രോൾ എഞ്ചിൻ തന്നെ DHC ആണ്. അതുപോലെ 120 PS അടുത്ത പവറും 145 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 7 സ്റ്റെപ്പ് CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ ഇതിന് ഹൈബ്രിഡ് അതും നമുക്ക് അവൈലബിൾ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. ഇപ്പോൾ ഓൺ റോഡ് ഏകദേശം 23-24 അടുത്തൊക്കെ ആവും. അതാണ് ആ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഹൈബ്രിഡിന് അവർക്ക് ഇത്തിരി റേറ്റ് കുറച്ചുകൂടി ലോക്കലൈസ് ചേർക്കാൻ പറ്റുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് ആക്ച്വലി ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്. അതായത് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഇമ്പോർട്ടഡ് ആണ്. അതാണ് ആ വണ്ടിക്ക് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് ഹൈ റൈഡർ, ഗ്രാൻഡ് വിറ്റാര, വിക്ടോറിയസ് അതിനൊക്കെ താഴത്തായിട്ട് പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ വാങ്ങാൻ പറ്റിയൊരു നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. കാരണം സിറ്റിയിൽ വരുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ് ഹൈബ്രിഡ് ആണെങ്കിലും.
പക്ഷേ നമുക്ക് മറ്റേ വണ്ടികളിലല്ല 3 വണ്ടികളിലും ടൊയോട്ടയുടെ ഹൈബ്രിഡ് സീരീസ് ആണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് 3 സിലിണ്ടർ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡസ്റ്റർ ഹൈബ്രിഡ് വരുന്നുണ്ട്, അത് 4 സിലിണ്ടർ ആണ്, അത് 1.8 ലിറ്റർ എഞ്ചിൻ വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. സോ അതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്തായാലും. അതിൻ്റെ പ്രൈസിങ്ങും മിക്കവാറും റെനോ കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് കണ്ടറിയാം. ഈ വണ്ടിയുടെ അപ്ഡേറ്റ് എന്തായാലും ഇതാണ്. മെയ് 22-നാണ് ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പ്രൈസൊക്കെ ഒരു ഇത്തിരി കൂടും, അതിപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹോണ്ട ആണല്ലോ, ഹോണ്ട ആയതുകൊണ്ട് മാത്രമല്ല ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് എന്തായാലും പ്രൈസ് കൂടും. ഡിസൈൻ അവരിപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ആപ്പാട് ഫീച്ചേഴ്സ് ഒന്ന് കുറച്ച് നന്നായിട്ട് മാറ്റിയാൽ മതി. ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷേ എന്തായാലും കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടാവുമായിരിക്കും. നമുക്ക് എലിവേറ്റിൻ്റെ സ്ക്രീൻ, അതുപോലെ എലിവേറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എലിവേറ്റ് ചെയ്യുന്നവർ ഇങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെ പറ്റി തോന്നുന്നത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ഞാൻ കൂടി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.